ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ താഹിർ ഫൈസിയ ചുങ്കത്തറയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ നൂറെ ഹബീബെ ആത്മീയ മജ്ലിസിൻ്റെ അമരക്കാരൻ, നമ്മളേറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ, വേദിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ പ്രിയ സുഹൃത്ത് സയ്യിദ് സഫിയുള്ള തങ്ങളടക്കമുള്ള സയ്യിദന്മാരെ, വേദിക്ക് ആമുഖ ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, വേദിയിലിരിക്കുന്ന വാവൂര് സലാം മൗലവി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി നമ്മൾ സ്വലാത്തെല്ലാം വേണ്ടി വന്നല്ലേ, ഉറക്ക സ്വലാത്തിലേക്കോ എങ്ങനെയും ചൊല്ലാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നൂറുകണക്കിന് സ്വലാത്തു ചൊല്ലി ഹദിയ ചെയ്ത് അതിൻ്റെ പുണ്യം കരഗതമാക്കാൻ പരിശുദ്ധമായ നൂറെ ഹബീബെ സ്വലാത്ത് മജ്ലിസിൽ എത്തിയ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മളോട് പല വഴികളിലായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് റബ്ബിൻ്റെ പൊരുത്തത്തിലായി ദീർഘകാലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ വന്ന എല്ലാവർക്കും ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകൾക്കും പടച്ച റബ്ബ് നന്മ മാത്രം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരിവട്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിവിധങ്ങളായ രോഗങ്ങൾ, വേദനകൾ എല്ലാം റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറ്റമില്ലാത്ത ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മുഹറം മാസത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. എല്ലാറ്റിനും അല്ലാഹു പരിഹാരം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഈ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പന്തലിനും ഈ ബോക്സിനൊക്കെ വലിയൊരു കസാല വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര ജനാണ്. തങ്ങളുപ്പാൻ്റെ ഒരു ബർക്കത്തുണ്ടോ, ഇത്രയും ദിവസം മഴ തിമിർത്താടിയ നമ്മളെ നാടാത്. അൽഹംദുലില്ലാ, റാഹത്ത്, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വഅദ് കേൾക്കുന്നതോടുകൂടി നിങ്ങൾ ഈ 2 തേന് വാങ്ങണം. നിങ്ങൾ തേന് വാങ്ങിയാലേ ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? തങ്ങളിപ്പോൾ അതൊക്കെ ഓപ്പണായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലൊക്കെ സ്നേഹം ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ സ്നേഹമാണ് വേണ്ടത്. ഈ ഒരു പരിപാടി ഇനിയും ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. 41ാമത്തെ മാസാന്തര മജ്ലിസും അതുപോലെ തന്നെ 1501ാമത്തെ ഡെയിലി മജ്ലിസിൻ്റെ 1501ാമത്തെ മജ്ലിസാണ് ഇന്ന് രാവിലെ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, ഇതുവരെ പിടിച്ചു നിന്ന കാറ്റിലും കോളിലും മാറാത്ത തകരാത്ത എല്ലാമായ കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ആ തേരിൻ്റെ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ഥലത്തിൻ്റെ വിഷയം കണ്ടോ, ഇനി ഇതിപ്പോൾ 1 ഏക്കർ തങ്ങൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെ കൂട്ടപ്പുറപ്പിന് വേണ്ടിയിട്ട് മജ്ലിസ് നടത്താൻ. അപ്പോൾ ഇനിയും എന്താണ്, അതിലേക്ക് പൈസ ആവശ്യമാണ്. ഇതുവരെ തങ്ങളുപ്പാൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളൊക്കെ തന്നെ അൽഹംദുലില്ലാ, നിങ്ങൾ കൊടുത്ത ഹദിയകളൊക്കെ തന്നെയാണ് തങ്ങളുപ്പാക്ക് തണലായിട്ടുള്ളത്. നമുക്ക് ശക്തി പകരാം തങ്ങളുപ്പാക്ക്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിനെ ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് നിലനിർത്തണം. ബഹുമാനപ്പെട്ട സുഹൃത്ത് അവർകൾ, ബഹുമാനപ്പെട്ട അബൂ താഹിർ ഉസ്താദ് അവറുകളുടെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഫിയുള്ള തങ്ങളവറുകൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ മജ്ലിസിൻ്റെ ആവശ്യകതകൾ എല്ലാവരും വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പട്ടിക്കാട് ജാമിയയിൽ ചെല്ലുന്ന നേരത്ത് എൻ്റെ നേരെ മുകളിൽ ഫൈനൽ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട സഫിയുള്ള തങ്ങൾ.
അന്നു മുതലേ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നമ്മളെല്ലാവരും ആമീൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ ആമീനിനെ അള്ളാഹു സ്വീകരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ തങ്ങളവറുകൾ വരുന്നത് വരെ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. അതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഈ അടുത്തൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികൾക്ക് ഒരു ഫണ്ട് വിതരണം ചെയ്യുന്ന കാര്യം. അൽഹംദുലില്ലാഹ്, ഈ വിനീതൻ സേവനം ചെയ്യുന്ന എടക്കര, നിലമ്പൂർ എടക്കര പൂവത്തിക്കൽ ജുമാ മസ്ജിദിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പള്ളിയാണ്. ഏതാണ്ട് ഒരു സൊഫിൽ 60-ലേറെ ആളുകൾക്ക് നിസ്കരിക്കാൻ, ഒരു സൊഫിൽ 60-ലേറെ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന വലിയ വിശാലമായ പള്ളിയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യം ഞങ്ങൾ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടുകൂടെ കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ ഈ വിനീതനുണ്ടായിരുന്നു, ഞങ്ങളോട് പറഞ്ഞു ഞാൻ തരാം എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇത്യാദി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ മുഹറമാണ്. എന്തുകൊണ്ടും നന്മകളെ കൊണ്ട് സുദൃഢമാണ് പരിശുദ്ധ മുഹറം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മുഹറം മാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് മുമ്പേ മുഹറം മാസത്തിനെ ലോകം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്വാഭാവികമെന്നോണം നമുക്ക് തോന്നും, മുസ്താദെ അന്ന് മുഹറം ഉണ്ടോ എന്നായിരിക്കും തോന്നുക. അന്ന് മുഹറം ഉണ്ടോ? മുഹറം അന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി